വെടിയുണ്ടയേറ്റുള്ള മുറിവുകൾക്ക് ബാൻഡേജ് വയ്ക്കുന്നതിന് തുല്യമാണ് ഇപ്രാവശ്യത്തെ കേന്ദ്ര ബജറ്റെന്ന് രാഹുൽ ഗാന്ധി. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ആശയങ്ങൾ കണ്ടെത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വലിയ മാറ്റം അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, കേന്ദ്ര ബജറ്റിനെതിരെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ കേന്ദ്ര ബജറ്റിൽ തന്നെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം മാത്രം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള ഒരു ആശ്വാസമൊന്നും ജനത്തിന് നൽകിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്. അവർ കൃഷിയുടെ കാര്യത്തിലായാലും വസ്ത്രനിർമ്മാണം, വസ്ത്രത്തൊഴിലാളികൾ തുടങ്ങിയ കാര്യങ്ങൾക്കായാലും ഒരു തരത്തിലുള്ള ഒരു മുന്നേറ്റവും അവരുടെ ജീവിതത്തിൽ കാതലായ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ ആളുകളുടെ വേതനം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷത്തിന് നിരന്തരം ഉള്ള ആവശ്യമായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പാടെ അവഗണിച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊരു ഗുരുതരമായ ഒരു പ്രശ്നം ബാധിച്ചിരിക്കുമ്പോൾ വലിയ തരത്തിലുള്ള ഒരു മാറ്റമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഒരു കാര്യമായ മാറ്റത്തിലേക്ക് കടക്കാതെ ഒരു വെടിയുണ്ട കൊണ്ടുള്ള ഒരു മുറിവിനെ ബാൻഡേഡ് വെച്ച് ഉണക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം പൂർണ്ണമായും ഇപ്പോൾ ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റി നിർത്തി ബാക്കി എല്ലാ കാര്യങ്ങളിലും വിമർശന വിധേയമാക്കിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് വിളകൾക്കുള്ള ഒരു താങ്ങുവില നിയമപരമാക്കണം എന്നുള്ള ആവശ്യം കർഷകരുടെ ഒപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളും നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ആഗോള തരത്തിലുള്ള ഒരു തൊഴിലില്ലായ്മയുടെ നിരക്ക് വലിയ തരത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഒരു സ്വതന്ത്ര ഭാരതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും ഏറ്റവും കൂടിയ നിരക്കിലാണ് ഇപ്പോൾ തൊഴിലില്ലായ്മ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കൃത്യമായി അഡ്രസ് ചെയ്യാനോ മറുപടി പറയാനോ ഒന്നും ചെയ്യാതെ ഇത്തരത്തിലുള്ള ഒരു കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കവുമായിട്ടാണ് നിർമ്മലാ സീതാരാമൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രതിപക്ഷ എംപിമാർ ഉന്നയിക്കുന്നത്.